ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നത്തെ വായനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 3 തുടങ്ങി 10 വരെ. അപ്പോസ്തലനായ പൗലോസ് കൊറിന്തോസിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളാരും യജമാനന്മാരല്ല, നിങ്ങളെല്ലാവരും ദാസന്മാരാണ്. ഒരു പക്ഷേ ഡീക്കന്മാരെ വൈദിക വൃത്തിയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. യു ആർ നോട്ട് മാസ്റ്റേഴ്സ് ബട്ട് യു ആർ സെർവൻസ്. ദാസന്മാരാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, നിങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകട്ടെ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകട്ടെ, നിങ്ങൾ ദയയിൽ വളരുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, നിങ്ങളുടെ നിഷ്കളങ്കത എല്ലാവരും സഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ സഹിക്കുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ സഹിക്കുന്നത് ദൈവരാജ്യത്തിനും കർത്താവിനും വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക. ദൈവമാണ് നിങ്ങളുടെ സമ്പത്ത്. നമ്മുടെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവം എന്ന് പറയുന്നത് ദൈവമായിരുന്നവൻ ദൈവമായ അവൻ്റെ അസ്തിത്വം മുറുകെ പിടിക്കേണ്ട കാര്യമാക്കാതെ എല്ലാം വെറുമയാക്കി എല്ലാവർക്കും കൊടുത്തു തീർത്തു. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ നിറവ് കൊടുത്തു തീർക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന വലിയ മനസ്സിൻ്റെ ഔദാര്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 17 തുടങ്ങി 13 വരെയുള്ള വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷം. ആ സുവിശേഷത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളോട് കർത്താവ് എന്ന് നൽകുന്ന കർത്താവിൻ്റെ അരുളപ്പാടാണ്. യാത്രയ്ക്ക് വടിയല്ലാതെ ഒന്നും നിങ്ങൾ എടുക്കരുത്. ഇത്ര മനോഹരമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വടിയല്ലാതെ മറ്റൊന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ചെരുപ്പെടുക്കാം, പക്ഷെ ഉടുപ്പുകൾ എടുക്കരുത്. ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയാലേ അവിടം വിട്ട് പോകുന്നത് വേറൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറ്റരുത്. ഒരുപാട് അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണത്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഉണ്ടാകുന്നത് ഒരു പള്ളിയിൽ നിന്ന് വേറെ പള്ളിയിലേക്ക് മാറ്റുമ്പോഴാണ്. അത് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ചെറുതായി പോയിട്ടോ, താൻ ഇവിടെ ചെയ്ത് ജോലിക്കൊന്നുള്ള ഒരു വലിയ ഒരു അംഗീകാരമൊന്നും തന്നിട്ടില്ല. ഇത്ര സങ്കടകരമായിട്ട് ഇത്രയൊക്കെ പരിശീലനം കിട്ടിയിട്ട് പോലും നമുക്ക് അത് അങ്ങനെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക മനുഷ്യരെന്നലേക്ക് ഉണ്ടാകാം. ഞാൻ അധികാരപ്പെടുന്നു പിശാചുക്കളെ പുറത്താക്കാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുന്നു. പൗരോഹിത്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെൻ്റാണ്. ഈ ലോകത്തിൽ എന്തിനോടാണോ നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത്രയ്ക്കേറെ നിങ്ങളുടെ പൗരോഹിത്യം രോഗബാധിതമാണ്. ഡിറ്റാച്ച്. ഇനി എന്തിനാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുന്നത്? ദൈവത്തോട് അടുക്കാനും ദൈവജനത്തോട് ചേർന്നിൽക്കാനും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയും, നിങ്ങൾ പട്ടം കിട്ടുന്നതിന് മുമ്പ് 1 വർഷം ഡീക്കന്മാരായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഈ വാക്കിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ദിയാക്കോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. ദിയാക്കോണിയ എന്ന് പറയുന്നത് മുറിച്ച് പങ്കിടുന്ന ശുശ്രൂഷയാണ്. ബാക്കി വരാതെ എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ, എനിക്ക് ഒരു മെച്ചവും ഉണ്ടാകാത്ത വിധത്തിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ്? കർത്താവ് മരിക്കുന്ന മുമ്പ് പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തിയായി.
അവൻ ശിരസി ചായ്ച്ച് കണ്ണുകളടച്ച് പിതാവിൻ്റെ കൈകളിലേക്ക് തന്നെ കൊടുത്തു. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പൗരോഹിത്യത്തിൻ്റെ സങ്കല്പം സ്വന്തമാക്കാനായിട്ട് ഈ കൂടിവരവ് കാരണമാകട്ടെ. നമുക്ക് എവിടെ വിട്ടാലും നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ വഴി നടത്തട്ടെ. പരിശുദ്ധ പിടമാ നമ്മുടെ പിതാക്കാവായ തോമസ് ലീഹാടി നമ്മുടെ സഭയിലെ എല്ലാ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.